കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം നമ്മൾ അധ്യായം 18 കഴിഞ്ഞു. ഇനി 19ലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 19ാമത്തെ അധ്യായത്തിൽ എന്താ പറയുക വെച്ചാൽ ജ്ഞാനം, അതായത് അദ്വിതീയമായിട്ടുള്ള ജ്ഞാനം തന്നെയാണ് ഏറ്റവും ഉത്കൃഷ്ടമായത്. അത് സിദ്ധിച്ച ആൾ കൃതാർത്ഥനാണ്, ആപ്തകാമനായി. കിട്ടാത്ത ആൾക്കാണ് എപ്പോഴും നിരാശ. അതായത് ഒന്നും കൂടിയും പറയണം, ജ്ഞാനിയും ഈശ്വരനും ഒരേപോലെ തന്നെയാണെന്ന്. അതായത് ജ്ഞാനം ഉള്ള ഒരാൾക്ക് ഈ ജഗത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു ഈശ്വരനാണ്. അതുപോലെ ഈശ്വരനും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ജ്ഞാനി. കാരണം അവനവൻ തന്നെയാണ്. അതായത് ജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് ഈശ്വരനെ അറിയാൻ കഴിയൂ. അതാണ് ഇതിൽ. അതുകൊണ്ട് ജ്ഞാനവും വിജ്ഞാനവും, അതായത് അറിവും ആ അറിവ് അനുഭവ അവലും, അതാണ് ജ്ഞാനവും വിജ്ഞാനവും. അങ്ങനെ അവനെ അറിഞ്ഞ് ഹേ ഉദ്ധവ എന്നെ വേണ്ട പോലെ ഭജിക്കൂ എന്നാണ് പറഞ്ഞത് കേട്ടോ ഈ 19ാമത്തെ അധ്യായത്തിൽ. അതായത് പിന്നെ വലിയ വലിയ മുനിമാരൊക്കെ യോഗീശ്വരന്മാരൊക്കെ എന്നെ ഇങ്ങനെ ജ്ഞാനം കൊണ്ട് അറിഞ്ഞ് വിജ്ഞാനം കൊണ്ട് അനുഭവിച്ചിട്ടാണ് എല്ലാവരും അങ്ങനെ എന്നെ പ്രാപിക്കണം. അതുപോലെ ചെയ്യൂ. അതായത് ഞാൻ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളതാണ്. അതായത് എനിക്ക് ആദ്യം അന്ത്യവും ഒന്നുമില്ലാത്ത എന്നെ തന്നെ ഈ ബോധം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ബോധിച്ച് ആ ആത്മജ്ഞാനം നിനക്ക് ലഭിക്കട്ടെ എന്നാണ്. അപ്പോൾ ഉദ്ധവൻ എന്നിട്ട് പിന്നെ ചോദിക്കും. പിന്നെ 19ൽ ഉദ്ധവൻ്റെ ചോദ്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താണ്, കുറേ അദ്ദേഹം ചോദിക്കുകയൊക്കെ ചെയ്യും. എന്താ അറിയോ, ഈ ആത്മസ്വരൂപത്തിനെ ഞങ്ങൾക്ക് ആത്മസ്വരൂപം മനസ്സിലാക്കി തരുന്ന ആ ജ്ഞാനം എന്താണ്, ആ ജ്ഞാനം എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഒരാൾക്ക് ഉണ്ടാവുക, അതൊക്കെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയും. അപ്പോൾ ഭീഷ്മ പിതാമഹൻ, അതായത് ഭീഷ്മരെ ഈ പിന്നെ എന്താണ് ഉത്തരായണം കാത്ത് കിടന്ന സമയത്ത് യുധിഷ്ഠിരൻ ചോദിച്ചുല്ലോ. അപ്പോൾ ഭീഷ്മർ പറഞ്ഞ മറുപടിനെ ഞാൻ അങ്ങോട്ട് പറയാം എന്നൊക്കെ പറയും. ആര്? പിന്നെ ഭഗവാൻ. എന്നിട്ട് പറയും, ഈ 3 അവസ്ഥകളിലും എല്ലാറ്റിനെയും സാക്ഷി മാത്രമായി നിൽക്കുന്നതാണ് ആത്മാവ്. അങ്ങനെ ജ്ഞാനമഹത്വമാണ് മോസ്റ്റ്ലി ഇതിൽ ഉദ്ധവൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയണം. അപ്പോൾ ജ്ഞാനമഹത്വമാണ് ഈ ഒരു അധ്യായത്തിൻ്റെ പൊരുൾ തന്നെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് 19ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശ സ്കന്ധം 19വിംശോധ്യായം. ശ്രീ ഭഗവാൻ ഉവാച. യോ വിദ്യാശ്രുതസമ്പന്ന ആത്മവാന്നാനുമാനിക മായാമാത്രമിദം ജ്ഞാത്വാ ജ്ഞാനം ച മയി സന്യസേത്. എന്താണ് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയണ വെച്ചാൽ, ഏതൊരു ആളാണ് വിദ്യാസുസമ്പന്ന, ആത്മസാക്ഷാത്കാരം കൊണ്ട് പിന്നെ തൃപ്തനായി ആത്മവാൻ ആയതുകൊണ്ട് ആത്മതത്വം അറിഞ്ഞവനും, ആത്മവാൻ ചെന്ന ആത്മാവിനെ അറിഞ്ഞവനും, ന ആനുമാനിക, അതായത് കേവലം ഒരു ഇൻഡയറക്റ്റ് ജ്ഞാനമല്ല, അനുഭവജ്ഞാനം. ഇതം അവൻ ഈ പ്രപഞ്ചത്തിനെയും മായാമാത്രം, മായയാൽ കൽപ്പിതമായി എന്ന് മനസ്സിലാക്കി, ഈ പ്രപഞ്ചം മായാകൽപ്പിതമാണെന്ന് അറിഞ്ഞിട്ട്, ജ്ഞാത്വ, മായാകൽപ്പിതം ജ്ഞാത്വ പറഞ്ഞാൽ എന്താ, ഇത് വെറും പ്രപഞ്ചം മായാകൽപ്പിതമാണെന്ന് അറിഞ്ഞ്, ജ്ഞാനം ച അതിന് സാധനമായ, അതിന് അങ്ങനെ ഉള്ള ജ്ഞാനത്തെയും കൂടി മയി സംന്യസതി എന്നിൽ സമർപ്പിക്കണം. ആ ജ്ഞാനത്തിനെയും കൂടി നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ജ്ഞാനാഗ്നി കൊണ്ട് അജ്ഞാനത്തിനെ നശിപ്പിച്ചതിന് ശേഷം ആ ജ്ഞാനാഗ്നിയും കെട്ടടങ്ങണം, എന്നാലേ പരമശാന്തി ഉള്ളൂ പറഞ്ഞില്ലേ. അതുപോലെയാണ് ഇപ്പോൾ ഭഗവാൻ ഇതിൽ പറയണത്. എന്താ ഭഗവാൻ പറയണ വെച്ചാൽ, ആത്മസാക്ഷാത്കാരം ലഭിച്ചതിന് ശേഷം അങ്ങനെ ആത്മതത്വം അറിഞ്ഞ ഒരു സാധകൻ, അനുഭവജ്ഞാനത്തോടു കൂടിയിട്ടുള്ള ആ ഒരു സാധകൻ ഈ പ്രപഞ്ചം മായാകൽപ്പിതമാണെന്ന് ബോധിച്ച്, അറിഞ്ഞ് അല്ലെങ്കിൽ ബോധിച്ച്, അതിന് അതായത് ജ്ഞാനാണല്ലോ. അപ്പോൾ ഈ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധത്തിന്
സഹായിച്ചത് ഞാനാണല്ലോ. എന്നിട്ട് അങ്ങനെ തനിക്ക് ലഭിച്ച ആ ജ്ഞാനത്തിനെ പോലും ഭഗവാനെ സമർപ്പിച്ചിട്ട് ഭഗവാൻ തന്നെ ആയിത്തീരണം. അതാണ് മറ്റേൽ പറഞ്ഞ പോലെ ജ്ഞാനാഗ്നി കൊണ്ട് അജ്ഞാനത്തിനെ നശിപ്പിച്ച് ജ്ഞാനാഗ്നിയും കൂടിയും കെട്ടടങ്ങി പരമശാന്തനായി ഭവിക്കണം എന്നാണ്. അതുതന്നെയാണത് അർത്ഥം. അപ്പോൾ ശ്രീ ഭഗവാൻ വാച, അതായത് എങ്ങനെയാണ് ജ്ഞാനം ഒരാൾക്ക് എന്താണെന്ന് മനസ്സിലാക്കി, ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഈ മായാകൽപ്പിതാണ് ഈ ജഗത്ത് എന്ന് അറിഞ്ഞ് ഞാൻ പരമാത്മാവ് തന്നെയാണെന്ന് ആ അനുഭവജ്ഞാനം കൂടിയും ഭഗവാനിനെ അങ്ങോട്ട് സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. മയി ജ്ഞാനം ച മയി സന്യസേത്, ആ ജ്ഞാനം പോലും ആ ജ്ഞാനത്തെയും എന്നിൽ ത്യജിക്കണം. അതിനാണ് അത്ര വിദ്വത് സന്യാസം എന്ന് പറയുക. ആ ജ്ഞാനം കൂടിയും ഭഗവാനങ്ങോട്ട് അർപ്പിക്കുകയാണ്. ലഭിച്ച ജ്ഞാനം, എത്രയോ സാധനം കൊണ്ട് ലഭിച്ച ജ്ഞാനം, എന്താ ജ്ഞാനം? ഞാൻ ആത്മാവാണെന്നുള്ള അനുഭവജ്ഞാനം പോലും ഭഗവാനങ്ങോട്ട് സമർപ്പിക്കും. അതാണ് അത്ര വിദ്യുത് സന്യാസം എന്ന് പറയണത്. ശ്രീ ഭഗവാൻ വാച യോ വിദ്യാശ്രുത സമ്പന്ന ആത്മവാൻ നാനുമാനിക മായാമാത്രം ഇതം ജ്ഞാത്വാ ജ്ഞാനം ച മയി സന്യസേത്. 2. അതിനെന്താ കാരണം അങ്ങനെ ഇതാവാൻ എന്നാണ് കേട്ടോ ഇനി പറയണത്. അതായത് എന്താ വെച്ചാൽ ജ്ഞാനിക്ക്, അതാണ് ഇനി പറയണത്, ജ്ഞാനിനസ്ത്വമഹേ വേഷ്ട സ്വാർത്ഥാഹേതുശ്ച സമ്മതഃ സ്വർഗശ്ചൈപാവവർഗശ്ച നാന്യോർത്ഥോ മധുർദേ പ്രിയ. അതാണ് ശരിക്കും, അതാണ് ജ്ഞാനിക്ക് ഭഗവാനാണ് ഏറ്റവും പ്രിയം, ഭഗവാന് ജ്ഞാനിയാണ് ഏറ്റവും പ്രിയം. അതായത് ജ്ഞാനവിജ്ഞാന സംസിദ്ധ അതായത് ജ്ഞാനം, അതായത് നമ്മൾ ജ്ഞാനം വെച്ചാൽ എന്താ, നമ്മൾ പഠിച്ച ശാസ്ത്രത്തിൽ നിന്നുമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനവും, വിജ്ഞാനം വെച്ചാൽ ആ അറിവ് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള അറിവിനെ അനുഭവമാകുക. അങ്ങനെ ജ്ഞാനം കൊണ്ടും ജ്ഞാനവും വിജ്ഞാനവും നേടിയിട്ടുള്ള ശ്രേഷ്ഠന്മാർ മമ ശ്രേഷ്ഠം, എൻ്റെ വളരെ ശ്രേഷ്ഠമായ പദം ആയ സ്വരൂപം അറിയുന്നു. അങ്ങനെ ജ്ഞാനവിജ്ഞാനമുള്ള സാധകന്മാർക്ക് എന്നെ തന്നെ മുഴുവൻ അറിയാൻ സാധിക്കും. ജ്ഞാനം കൊണ്ട്, ആ ജ്ഞാനം കൊണ്ട് മാം ബിഭർത്തി, ഞാൻ തന്നെയായിത്തീരുന്നു, എന്നെ ധരിക്കുന്നു വെച്ചാൽ എന്താ, ജ്ഞാനം കൊണ്ട് ജ്ഞാനമൂർത്തിയായ ഞാനായിത്തീരുന്നു, ജ്ഞാനസ്വരൂപനായ ഞാൻ തന്നെ ആയിത്തീരുന്നു. വെച്ചാൽ ഭഗവാൻ ജ്ഞാനാണേ. അപ്പം ജ്ഞാനം ലഭിച്ചാൽ നമ്മളും ഭഗവാനായി. അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ, ജ്ഞാനം ഭഗവാന്റെ സ്വരൂപമാണ്. അതുകൊണ്ടാണ് ജ്ഞാനം കൊണ്ട് എന്നെ ധരിക്കുന്നു പറഞ്ഞത്. ജ്ഞാനം ലഭിച്ചപ്പോൾ ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാനായി. ആയതുകൊണ്ട് അവൻ മേ പ്രിയതമ, എനിക്ക് വളരെ പ്രിയമായവനാണ്. അതായത് ജ്ഞാനിക്ക് പ്രിയമായവൻ ഭഗവാനും ഭഗവാന് പ്രിയമായവൻ ജ്ഞാനിയും ആണ്. അതല്ല അത് തന്നെയാണ് കേട്ടോ വരണത്. അതായത് ഈ ജ്ഞാനം നൽകാനുള്ള ജ്ഞാനിനാ തുഷ്ട, ഈ ജ്ഞാനിയുടെ സന്തോഷം, ജ്ഞാനം കിട്ടിയിട്ട് കൃതാർത്ഥത ഉണ്ടായി പറഞ്ഞുവല്ലോ, ജ്ഞാനിക്ക് കൃതാർത്ഥതയാവും എന്ന് പറഞ്ഞുവല്ലോ. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ആപ്തകാമനായി. ആ കൃതാർത്ഥതയ്ക്ക് പിന്നിലും ഞാനാണ് കാരണം. ഞാൻ മൂന്നാമത്തേൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. എന്തായാലും തുഷ്ടമായ ഫലവും അതിൻ്റെ കാരണവും അഹമേവ, ഞാൻ തന്നെ. സമ്മത, അത് തീർച്ചയാണ്. മാത്രമല്ല മധുർദേ, ഞാനല്ലാതെ, എനിക്ക് അന്യമായി സ്വർഗവും അപവർഗ മോക്ഷവും അന്യാർത്ഥ വേറൊരു പുരുഷാർത്ഥവും ചന്നാപ്രിയ. ഒരു ഭക്തൻ്റെ ജ്ഞാനം ലഭിച്ചിട്ടുള്ള കൃതാർത്ഥതയ്ക്ക് കാരണവും ഞാനാണ്. അപ്പോൾ ഭക്തന് ഞാനല്ലാതെ വേറെ സ്വർഗവും വേണ്ട, മോക്ഷവും വേണ്ട, അർത്ഥവും വേണ്ട, കാമവും വേണ്ട, ധർമ്മവും വേണ്ട, ഒന്നും വേണ്ട. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഒന്നും വേണ്ട. എന്താ വേണ്ടത്? ഞാൻ മാത്രമേ ആ ഭക്തന് അല്ലെങ്കിൽ ആ ജ്ഞാനിക്ക് ഞാനാണ് ഏറ്റവും പ്രിയം. ഇനി ഭഗവാൻ അങ്കിടും ആണെന്നാണ് ഈ മൂന്നാമത്തേൽ പറഞ്ഞത്. അത് ഞാൻ തെറ്റി പറഞ്ഞതാണ്. ജ്ഞാനിനസ്ത്വഹമേ വേഷ്ട സ്വാർത്ഥോ ഹേതുശ്ച സമ്മത സ്വർഗശ്ചൈപാവവർഗശ്ച, അപവർഗം ച മോക്ഷാണി നാന്യർത്ഥോ മദതേ പ്രിയ. അപ്പോൾ ഈ രണ്ടാം ശ്ലോകത്തിൽ പറഞ്ഞാൽ എന്താ, ഈ ഭക്തന് ഞാനല്ലാതെ ഒന്നും വേണ്ട, മോക്ഷം കൂടി വേണ്ട, ബാക്കി പുരുഷാർത്ഥങ്ങൾ വേണ്ട, മോക്ഷം കൂടി വേണ്ട, ഞാൻ മാത്രം. ഞാനാണ് ആ ഭക്തന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഇനി എന്താ പറയണേ, എനിക്ക് ആ ഭക്തനാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറയാം. 3
അതാണ് വിദ്യുത്. അതായത് ജ്ഞാനവിജ്ഞാന സംസിദ്ധ പരം ശ്രേഷ്ഠം വിദുർമമ ജ്ഞാനി പ്രിയതമോ തോമേ ജ്ഞാനേന സൗബിഭർത്തിമാം. അതിലാണ് പറയുന്നത്, ജ്ഞാനവിജ്ഞാന സമ്പന്നനായിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് എൻ്റെ സ്വരൂപം മഹത്വം മുഴുവൻ അറിയാം. അതാണ് ജ്ഞാനവിജ്ഞാന സംസിദ്ധ മമ ശ്രേഷ്ഠം പദം വിദു, എൻ്റെ മഹത്വം മുഴുവൻ അറിയാം. ജ്ഞാനി ജ്ഞാനം കൊണ്ട് മാം ബിഭർത്തി, ജ്ഞാനം കൊണ്ട് ഞാൻ തന്നെ ആയിത്തീരുന്നു ജ്ഞാനി. അതുകൊണ്ട് ആ ജ്ഞാനി അസൗ അവൻ മേ പ്രിയതമ, എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്ന്. പരസ്പരം ജ്ഞാനിക്ക് ഭഗവാൻ പ്രിയപ്പെട്ടതാണ്, ഭഗവാനും പിന്നെ ജ്ഞാനിയും പ്രിയപ്പെട്ടത്. അതുകൊണ്ടാണല്ലോ പിന്നെ ഭഗവാൻ ഈ ബ്രാഹ്മണരെയൊക്കെ ഇത്ര ബഹുമാനിക്കണം, ബ്രഹ്മജ്ഞാനികളെ. കാരണം അവരൊക്കെ ഭഗവത് സ്വരൂപം തന്നെയാണ്. ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്. അപ്പം ജ്ഞാനം നേടിയവരൊക്കെ ജ്ഞാനസ്വരൂപന്മാരാണ്. അതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് ജ്ഞാനിക്ക് ഭഗവാനും ഭഗവാന് ജ്ഞാനിയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ജ്ഞാനവിജ്ഞാന സംസിദ്ധാഹ പദം ശ്രേഷ്ഠം വിദുർമമ ജ്ഞാനി പ്രിയതമോതോ മേ ജ്ഞാനേന സൗബിഭർത്തിമാം. ആ ജ്ഞാനത്തിന് തന്നെ സ്തുതിക്കുകയാണ്. എന്താ പറയുക, തപസ്തീർത്ഥം ജപോദാനം പവിത്രാണി തരാണി ച നാലം കുർവന്തി താം സിദ്ധിം യാ ജ്ഞാനകലയാ കൃത. ഇനി ആ ജ്ഞാനത്തിൻ്റെ ഒരു മഹത്വം പറയാണ്. എന്താ അറിയോ, ഈ ജ്ഞാനം കൊണ്ട് ജ്ഞാനം ഉണ്ടാവുണ്ടല്ലോ, അത് തപസ്സിനേക്കാളും തീർത്ഥസ്നാനത്തിനേക്കാളും മന്ത്രജപത്തിനേക്കാളും ദാനത്തിനേക്കാളും മറ്റെല്ലാ കർമ്മങ്ങളെക്കാളും പിന്നെ ഈ ജ്ഞാനം കൊണ്ട് ലഭിക്കുന്ന പദവി ആണ് ഏറ്റവും ശ്രേഷ്ഠം. അതായത് ജ്ഞാനം കൊണ്ട് ലഭിക്കുന്ന ആ ആത്മസാക്ഷാത്കാരമുണ്ടല്ലോ, അത് മറ്റൊന്നുകൊണ്ടും നമുക്ക് ലഭിക്കില്ല. അതായത് മറ്റെന്ത് നമ്മൾ ചെയ്താലും അവസാനം ഈ ജ്ഞാനം ഉദിച്ചിട്ടേ ആത്മസാക്ഷാത്കാരം ലഭിക്കുള്ളൂ. ജ്ഞാനം ലഭിക്കാനുള്ള ഒരു സ്റ്റെപ്സായിട്ടേ മറ്റതൊക്കെ പറ്റുള്ളൂ. ഭക്തി കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ജ്ഞാനം ഉദിച്ചാലേ നമുക്ക് ആ ഇത് കിട്ടുന്നുള്ളൂ, മോക്ഷം കിട്ടുള്ളൂ. അതാണ് ഈ ഇതിൽ പറഞ്ഞത്. അതായത് പിന്നെ ഈ ആ അനുഭവം തന്നെയാണ്. അതായത് ജ്ഞാനം എന്നല്ലോ, ആത്മസാക്ഷാത്കാരം, ഞാൻ ആത്മാവാണ് എന്ന അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം, ആ അനുഭവം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പദവി. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ ജ്ഞാനിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന്. അതായത് ജ്ഞാനം കിട്ടിയ ആ ആള് സദാ സർവത്ര എന്നെ അറിയുന്നു, അല്ലെങ്കിൽ എൻ്റെ അനുഭവം ഞാൻ തന്നെ, അതായത് ജ്ഞാനസ്വരൂപന്മാരായിരിക്കുകയാണ് അവർ. അപ്പോൾ ഞാനായിട്ട് വർത്തിക്കുകയാണ് ജ്ഞാനികളെ. അപ്പോൾ തപസ്, തീർത്ഥം, ജപം, ദാനം, മറ്റ് പുണ്യകർമ്മങ്ങളൊന്നും ഈ ജ്ഞാനത്തെപ്പോലെ എന്നെ മനസ്സിലാക്കാനും ഞാൻ തന്നെ ആയിത്തീരാനും സഹായിക്കുന്നില്ല എന്ന് പറയുന്നതാണ്. ബാക്കിയൊക്കെ അതിലേക്കുള്ളൊരു വഴി അത്രയേ ഉള്ളൂ. അതാണ് ഇതിൽ പറഞ്ഞത്. എന്താ, തപസ്, തീർത്ഥസ്നാനം, മന്ത്രജപം, ദാനം, ഇതൊക്കെ ബാക്കിയുള്ള നല്ല പരിശുദ്ധമായ കർമ്മങ്ങളൊക്കെ ഈ ജ്ഞാനം ഉദിക്കാനുള്ളൊരു സഹായം. ജ്ഞാനം തന്നെയാണ് എന്നെ അറിയാനുള്ള ഏക ഉപായം, അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിത്തീരാൻ. കാരണം ഞാൻ ജ്ഞാനസ്വരൂപനാണ്. അപ്പോൾ ആ ജ്ഞാനം കൊണ്ടേ എൻ്റെ സ്വരൂപം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ തപസ്, തീർത്ഥമൊക്കെ അതിലേക്കുള്ളൊരു നമ്മളെ സഹായിക്കുന്നതാണ് അജ്ഞാനം ലഭിക്കാനായിട്ട്. തപസ്തീർത്ഥം ജപോദാനം പവിത്രാണീതരാണി ച പവിത്രാണീതരാണി ച നാലം കുർവന്തി താം സിദ്ധിം യാ ജ്ഞാനകലയാകൃത. ഒന്നും ജ്ഞാനം ചെയ്യുന്ന പോലെ എന്നെ അറിയാൻ, ജ്ഞാനത്തിന് അറിയാൻ സാധിക്കുന്ന പോലെ എന്നെ അറിയാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഇതൊക്കെ വേണേ. ഇനി തസ്മാത് ജ്ഞാനേന സഹിതം ജ്ഞാത്വാ സാത്മാനം ഉദ്ധവ ജ്ഞാനവിജ്ഞാന സമ്പന്നോ ഭജമാം ഭക്തിഭാവത. ഈ ഒരു ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. ഈ 5ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ഈ 5ാമത്തെ ശ്ലോകം ഉണ്ടല്ലോ, ഏത് ഇപ്പം ഞാൻ വായിച്ചത്, തസ്മാത് ജ്ഞാനേന സഹിതം എന്ന്. അത് വളരെ ഒരു നല്ല ശ്ലോകമാണ്. എന്താ പറയുക വെച്ചാൽ, അല്ലയോ ഉദ്ധവ, തസ്മാത്, അതായത് ഈ ആത്മാനുഭവത്തിന് ഏറ്റവും സഹായിക്കുന്നത് ജ്ഞാനമാണെന്ന് അറിഞ്ഞ്, തസ്മാത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് അറിഞ്ഞിട്ടെന്ന്. അതായത് ഈ
അതെ. അല്ലയോ ഉദ്ധവാത്ത, ആ ആത്മാനുഭവത്തിന് ഏറ്റവും സഹായിക്കുന്നത് ജ്ഞാനമാണെന്ന് അറിഞ്ഞിട്ട് ഹേ ഉദ്ധവ, ജ്ഞാനേന സഹിതം, അതായത് ശാസ്ത്രമൊക്കെ വിചാരം ചെയ്തിട്ടുള്ള വിചാരത്തോടു കൂടി, ആ അറിവോടുകൂടി ആത്മാനം ജ്ഞാത്വ, എന്നെ അറിഞ്ഞ്, ബോധം മാത്രമായ അഖണ്ഡബോധരൂപമായ എന്നെ അറിഞ്ഞ്, ജ്ഞാനവിജ്ഞാന സമ്പന്ന, അനുഭവസമ്പന്നനായി, ജ്ഞാനം കൊണ്ട് അനുഭവസമ്പന്നനായി, ഭക്തിഭാവത, സദാ ഭക്തി എന്നെ ഭാവന ചെയ്ത് പരമാത്മാവായ എന്നെ ഭജിക്കൂ എന്നാണ് ഇതിൽ പറയണത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഭജമാം ഭക്തിഭാവത, ഭക്തിയിലേക്ക് വന്നു ഇപ്പോൾ ഭഗവാൻ. എന്താ പറഞ്ഞത്? ഈ എല്ലാം സർവം ബ്രഹ്മമയായിട്ട് ഭാവന ചെയ്ത് നീ എന്നെ ഭജിക്കൂ. അതായത് എല്ലാത്തിനും എൻ്റെ സാന്നിധ്യം കാണുന്നത് തന്നെയാണ് പരമഭക്തി. പരാഭക്തി വെച്ചാൽ എന്താ? എല്ലാറ്റിലും എൻ്റെ സാന്നിധ്യം കാണുക, അതന്നെയാണ് പരാഭക്തി. ഇതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ, ജ്ഞാനം ഉദിച്ചാൽ അത് സാധിക്കും. അതായത് ജ്ഞാനം ഉദിക്കാൻ എന്താ ചെയ്യുക? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഭക്തി വേണേനും. അതായത് എല്ലാം ഈ അഖണ്ഡബോധമാണെന്ന് ഉറപ്പിച്ചിട്ട് എല്ലാ ഭേദഭാവനയും കളഞ്ഞ് എല്ലാ രാഗദ്വേഷാദി ദോഷങ്ങളെ മുഴുവൻ നശിപ്പിച്ച് ശുദ്ധമായിട്ടുള്ള മനസ്സിൽ ആനന്ദസ്വരൂപനായിട്ടുള്ള ബോധത്തെ അനുഭവിച്ചറിയുന്നതാണ് വിജ്ഞാനം. ആ ജ്ഞാനസ്വരൂപനെ അനുഭവിച്ചറിയുന്നതാണ് വിജ്ഞാനി. ഇത് സാധിച്ചാൽ, ആ അഖണ്ഡബോധരൂപത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവം ബ്രഹ്മമയായിട്ട് തോന്നും. പിന്നെ ഭഗവാനല്ലാതെ ഒന്നുമില്ല, ആ ബ്രഹ്മേ ഉള്ളൂ. ഈ ഭജനയാണ് എല്ലാം ബ്രഹ്മമായി കണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഭജനയാണ് ശരിക്കുള്ള പരാഭക്തി. അതാണ് ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠ. ഇതിനൊക്കെ ഇതിനെന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഗുരുവിനെ സമീപിക്കുക അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആവണ വരെ നമുക്കത് പലതും ചെയ്യണം. അപ്പം നമുക്ക് ഇതിലെന്താ പറയണ വെച്ചാൽ, അതുകൊണ്ട് ആത്മജ്ഞാനത്തിന്, ആത്മതത്വം അറിഞ്ഞ് ജ്ഞാനവും അതിൻ്റെ അനുഭവജ്ഞാനവും ഇതോടുകൂടി മറ്റെല്ലാം വിട്ട് എന്നെ തന്നെ ഭജിക്കൂ എന്നാണ് ഭക്തിയിലേക്ക് എത്തുകയാണ് ഭഗവാൻ. ഇനി ഇങ്ങനെ വരും. പിന്നെ തസ്മാത് ജ്ഞാനേന സഹിതം ജ്ഞാത്വാ സ്വാത്മാനമുദ്ധവ ജ്ഞാനവിജ്ഞാന സമ്പന്നോ ഭജമാം ഭക്തിഭാവന. ഇനി മഹാത്മാക്കളുടെ ഇത് പറയുകയാണ്. എന്താ അറിയോ? ജ്ഞാനവിജ്ഞാന യജ്ഞേന മാമിഷ്ട്വാത്മാനമാത്മനി സർവയജ്ഞപതിം മാം വൈ സംസിദ്ധിം മുനയോഗമൻ. ആറാമത്തെ എന്താണ്? ജ്ഞാനവിജ്ഞാന യജ്ഞേന, ഇങ്ങനെ പരോക്ഷജ്ഞാനവും അപരോക്ഷജ്ഞാനം എന്നുള്ള, അതായത് പരോക്ഷം വെച്ചാൽ ഇൻഡയറക്റ്റായിട്ട്, അപരോക്ഷം വെച്ചാൽ പ്രത്യക്ഷമായിട്ടുള്ള, പരോക്ഷവും പ്രത്യക്ഷവും അതാണ്. ആത്മനി സർവയജ്ഞപതിം, അന്ധക്കരണത്തിലെ സകല യജ്ഞങ്ങൾക്കും നാഥനായ പതിയായ ആത്മാനം പരമാത്മാവായ എന്നെ മാം വൈ തന്നെ ധ്യാനിച്ച് മുനികൾ മോക്ഷരൂപിയായ എന്നെ ആഗമൻ പ്രാപിക്കുന്നു എന്ന്. അപ്പോൾ പിന്നെന്താണ് ഭഗവാൻ പറയണത് വെച്ചാൽ, ഇങ്ങനെ പണ്ടൊക്കെ വലിയ യോഗീശ്വരന്മാർ ജ്ഞാനം, അവർ ശാസ്ത്രമൊക്കെ പഠിച്ച് ജ്ഞാനമുണ്ട്, അത് പിന്നെ അവർക്ക് വിജ്ഞാനമാവും, അനുഭവമാവും. അങ്ങനെയുള്ള ജ്ഞാനവിജ്ഞാനങ്ങളാകുന്ന യജ്ഞം കൊണ്ട് സർവാത്മാവായ എന്നെ ഭേദഭാവനയില്ലാതെ ആരാധിച്ച് സർവ യജ്ഞങ്ങളുടെയും ഫലദാതാവായ എന്നെ തന്നെ പ്രാപിച്ചതു. അപ്പോൾ അതായത് ഉദാഹരണം പറയുകയാണ്, വലിയ വലിയ യോഗീശ്വരന്മാരൊക്കെ ഇതുപോലെ ശാസ്ത്രം കൊണ്ട് ജ്ഞാനമുണ്ടായി, ആ ജ്ഞാനത്തിനെ അവർക്ക് അനുഭവമായതിന് ശേഷം വിജ്ഞാനം ആയിട്ട് അവർ സർവാത്മാവായ എന്നെ എല്ലാറ്റിലും കണ്ട് ഒരു ഭേദഭാവനയില്ലാതെ കണ്ട് ആരാധിച്ചിട്ടാണ് ഫലദാതാവായ ഈ സർവയജ്ഞങ്ങൾക്കും ഫലം നൽകുന്ന എന്നെ തന്നെ പ്രാപിച്ചത്. പല യോഗീശ്വരന്മാരും അങ്ങനെ ചെയ്തു എന്ന് പറയാണ് ഭഗവാനെ.
അതായത് വലിയ സത്യാന്വേഷികളായിട്ടുള്ള പല യോഗീശ്വരന്മാരും അവരുടെ ജീവിതത്തിനെ ഒരു യജ്ഞാക്കി, ജ്ഞാനവിജ്ഞാന യജ്ഞാക്കി മാറ്റി. എന്നിട്ടോ അതായത് അവർ ശാസ്ത്രമൊക്കെ പഠിച്ച് പിന്നെ മനനവും നിധിധ്യാസനമൊക്കെ ചെയ്ത് ജ്ഞാനം ഉറപ്പിച്ചു. എന്നിട്ട് പിന്നെ ഭേദചിന്തകളും രാഗദ്വേഷങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അത് അനുഭവിച്ചറിഞ്ഞു. അതാണല്ലോ വിജ്ഞാനം. അങ്ങനെ അനുഭവിച്ചറിഞ്ഞിട്ടതാണ് അതാണ് വിജ്ഞാനം. ആ വിജ്ഞാന യജ്ഞം തന്നെ പിന്തുടർന്നിട്ട് അവർ ക്രമേണ സ്വന്തം ആത്മാവ് ആ സർവാത്മാവായ ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തം ആത്മാവിനെ ആ പരമാത്മാവിൽ ലയിപ്പിച്ച് മോക്ഷം പ്രാപിക്കുന്നു. വലിയ വലിയ യോഗീശ്വരന്മാരുടെ കഥയാണ് പറയണത്. ഈശ്വര ജ്ഞാനവിജ്ഞാന യജ്ഞേന മാമിഷ്ട്വാത്മാനമാത്മനി സർവയജ്ഞപതിം. ഞാൻ എല്ലാ യജ്ഞങ്ങളുടെയും പതിയാണല്ലോ, യജ്ഞപരധാതാവാണ് എല്ലാ സർവ യജ്ഞങ്ങളുടെയും. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ സർവയജ്ഞപതിം മാം വൈ സംസിദ്ധിം മുനയോഗമൻ. വലിയ വലിയ മുനീശ്വരന്മാർ ജ്ഞാനം കൊണ്ടും അവരുടെ ജീവിതം തന്നെ ജ്ഞാനവിജ്ഞാനം യജ്ഞമാക്കിയിട്ട് മാറ്റിയിട്ട് എന്താണ് അവരുടെ സർവാത്മാവായ എന്നിൽ അവരുടെ ആത്മാവിനെ വിലയിപ്പിച്ച് അവർ മോക്ഷം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതായത് അവർ ജ്ഞാനവിജ്ഞാനമാകുന്ന യജ്ഞം കൊണ്ടാണ് എന്നെ തന്നെ എപ്പോഴും ഭേദഭാവനയില്ലാതെ എല്ലാ പിന്നെ എന്താ പറയുക എല്ലാ ചിത്തം ശുദ്ധമാക്കിയിട്ട് എന്നെ തന്നെ ഭേദഭാവനയില്ലാതെ ആരാധിച്ച് എന്നെ തന്നെ പ്രാപിക്കുന്നു. ആ ജ്ഞാനത്തെയാണ് ഇനി പിന്നെ ഒന്നും കൂടി ചുരുക്കി പറയുകയാണ് എന്താണ് ആ ജ്ഞാനം എന്നൊക്കെ കേട്ടോ. അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ലല്ലോ, എത്ര പറഞ്ഞാലും നമുക്കത് റീഇൻഫോഴ്സ്മെൻ്റാണ്. ഉദ്ധവാശ്രയതി യസ്ത്രിവിധോ വികാരോ മായാന്തരാപതതി നാദ്യപവർഗയോർയദ് ജന്മാദയോസ്യ യദമീതവ തസ്യ കിം സ്യാദ്യന്തയോർയദസതോസ്മി തദേവ മധ്യേ. അപ്പോൾ ഇതിലെന്താ പറയണേ, ഇതും കൂടി ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. ഉദ്ധവ, ഹേ ഉദ്ധവ, യാ ത്രിവിധവും, അതായത് ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന ഈ ദേഹം, അതായത് നമ്മുടെ മനസ്സും ദേഹവും ഒന്ന്, പിന്നെ ആദിദൈവികം എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ ഉള്ള ഇത്, പിന്നെ ആദിഭൗതികം പറഞ്ഞു വെച്ചാൽ പുറത്ത്, ആദിദൈവികം എന്ന് പറഞ്ഞാൽ ദൈവത്തിനാൽ നൽകുന്ന, അങ്ങനെയുള്ള 3 വിധങ്ങളായിട്ടുള്ള ദേഹം, ഇന്ദ്രിയം, ദേവത എന്ന 3 വിധങ്ങളായ ഏതൊരു വികാരം തൊയ് നിന്നിൽ ആശ്രയതി ഉണ്ടാകുന്നുവോ മായ, അത് മായ തന്നെ. ചാൽ പിന്നെ ഞാൻ ഈശ്വരൻ, ഞാൻ ദേഹം ഈശ്വരൻ, അങ്ങനെ 3 തരത്തിലുള്ള ചിന്ത. അതാണ് ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന് പറഞ്ഞത്. ഞാൻ പിന്നെ ബോഡി അല്ലെങ്കിൽ പുറത്തുള്ളതെന്ന് പറയാം. ഞാൻ ഈ ജഗത്ത് ഈശ്വരൻ, അതാണ് 3 അതുണ്ടെങ്കിൽ അത് മായയാണെന്ന് ധരിച്ചോളൂന്ന്. എന്തുകൊണ്ടെന്നാൽ അന്തരം ഇടയിൽ ആപതതി ഉണ്ടായതാണ്. അത് സ്ഥിരമല്ല, കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായതാണ്. ആദ്യപവർഗയോഹോ, ആദിയിലും അന്ത്യത്തിലും ഇല്ല. ശരിക്കും കുറച്ച് ദിവസം ഒരു കുമിള പോലെ ഉള്ളൂ ഈ ജഗത്തെ. അതാണ് ഈ ദേഹമൊക്കെ. അതെ, യത് ആയതുകൊണ്ട് എപ്പോൾ യസ്യ ഈ വികാരത്തിന് അമി ഈ ജന്മം മുതലായവ ജന്മായസ്യുഹു ഉണ്ടാകുന്നുവോ അപ്പോൾ തസ്യ തവ അതിന് അധിഷ്ഠാനഭൂതനായ എനിക്ക് നിനക്ക് കിം എങ്ങനെയാണ് ഉണ്ടാകുവാൻ പോകുന്നത് അസതഹ ഇല്ലാത്തവനായ സർപ്പം മുതലായവയ്ക്ക് ആദ്യന്തയോഹോ മുൻപും പിമ്പും യദ് അസ്മി യാതൊന്ന് ചെയ്യുന്നുവോ യദ് ഏവ അതുതന്നെയാണ് മധ്യേ നടുവിലും ഇരിക്കുന്നത്. അതായത് രജ്ജു സർപ്പാണെന്ന് തോന്നണതൊക്കെ അതോ. അപ്പോൾ ഹേ ഉദ്ധവ, അങ്ങേല് ആധ്യാത്മികം, ആധിദൈവികം, ആദിഭൗതികം എന്നീ പ്രകാരം ഏതൊക്കെ വികാരം തോന്നണോ അത് വെറും മായയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. എന്താച്ചാൽ ഈ വികാരം ഇപ്പം അങ്ങേക്ക് തോന്നുന്നുണ്ടല്ലോ, ഈ 3 ഉണ്ടെന്ന്, ഞാൻ ജഗത്ത് ഈശ്വരൻ, അത് തോന്നണത് മായയാണ്. എന്താച്ചാൽ കയറിൽ സർപ്പം പോലെ അത് കുറച്ച് നേരത്തേക്ക് മാത്രം തോന്നണത്. ആ കയറ് സർപ്പാന്ന് തോന്നണത് ആ തോന്നലുള്ളപ്പോഴല്ലേ ഉള്ളൂ. വെളിച്ചം കൊണ്ടുവന്നത് കയറാന്ന് മനസ്സിലായില്ല, അതിന് മുമ്പും ഇല്ല.
ആ കയറ് കണ്ടപ്പോൾ പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് തോന്നലല്ലേ ഉണ്ടായുള്ളൂ. ശരിക്ക് ആ തോന്നലിന് മുമ്പും കയറില്ല. ആ തോന്നൽ ശരിയല്ല എന്ന് മനസ്സിലായപ്പോഴും ഇല്ല. ഏത്? ഈ കയറ്. അപ്പം അത് വെറും കുറച്ച് നേരത്തേക്ക് മാത്രമുള്ളതാണെന്ന് പറയാണ്. മധ്യത്തിൽ മാത്രമുള്ളതാണ്, ആദിയിലും അന്തത്തിലും ഇല്ല. പിന്നെ ഈ പ്രപഞ്ചത്തിന് ജന്മം അവസാനമൊക്കെ ഉണ്ടെങ്കിലും അത് സാക്ഷി മാത്രമായ ഒരാൾക്ക് അതുകൊണ്ട് എന്താ ഉള്ളത്? ഉണ്ടാവണു നശിക്കണു, അങ്ങ് സാക്ഷി മാത്രമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം ഈ നമുക്ക് പാമ്പാന്ന് തോന്നണ പോലെ ഉള്ളൂന്ന് കൽപ്പിത വസ്തുവാണ്. അത് ആദിയിലും അന്തത്തിലും എന്തുണ്ടോ അത് മാത്രമല്ലേ മധ്യത്തിലുള്ളൂ. കയറ് കണ്ട് സർപ്പാണെന്ന് വിചാരിക്കുമ്പോൾ അത് അങ്ങനെ വിചാരിക്കുന്നതിന് മുമ്പേ കയറേ ഉള്ളൂ. ആ വിചാരം തെറ്റാണെന്ന് മനസ്സിലായതിന് ശേഷവും കയറ് മാത്രമേ ഉള്ളൂ. സർപ്പം എന്നുള്ള വിചാരം മധ്യത്തിൽ തോന്നുന്ന ഒരു ഭ്രമാണ് അല്ലേ? ആ ഭ്രമകാലത്തും ആ ഭ്രമിക്കുമ്പോഴും സർപ്പം അവിടെ ഇല്ല. പക്ഷെ നമുക്ക് സർപ്പാണെന്ന് തോന്നുന്നുണ്ടെന്ന് മാത്രം. അത് സർപ്പാണെന്ന് തോന്നുന്നതിൻ്റെ മുമ്പ് കയറ് മാത്രമേ ഉള്ളൂ. സർപ്പമല്ല എന്ന് മനസ്സിലായപ്പോഴും കയറേ ഉള്ളൂ. പക്ഷെ സർപ്പാണെന്ന് നമുക്ക് തോന്നുമ്പോഴും കയറേ ഉള്ളൂ, നമുക്ക് തോന്നുന്നുണ്ടെന്ന് മാത്രം. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം, വെറും കൽപ്പിതാണ്. ശരിക്ക് ആ അധിഷ്ഠാനമായിട്ടുള്ള പരമാത്മാവ് മാത്രമേ ആദ്യമുള്ളൂ അവസാനമുള്ളൂ. നമുക്ക് ജഗത്തുണ്ടെന്ന് തോന്നുമ്പോഴും പാമ്പുണ്ടെന്ന് തോന്നണ പോലെ ശരിക്ക് കയറ് മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അത് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചം എന്നുള്ള ഭ്രമത്തിന് കാരണമായ ആത്മാവിന് ഈ ഇങ്ങനെ ഒന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടൊന്നും ആത്മാവിന് വിരോധമൊന്നുമില്ല. ആത്മാവ് അതുപോലെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ ആദിയിലും അന്തത്തിലും എന്ന് വേണ്ട, മധ്യത്തിലും ഈ ആത്മാവ് മാത്രമേ ഉള്ളൂ. അതിന് ജന്മമില്ല, മരണമില്ല, ഒന്നുമില്ല. ജഗത്ത് വെറും ഒരു പ്രതിഭാസമാണ് എന്നാണ് ഇതിൽ പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞിട്ട് ഇവിടെ നിർത്താൻ കാരണം സമയം ഇല്ല. അടുത്ത പ്രാവശ്യം അതിനെപ്പറ്റി കുറച്ചുകൂടി പറയാൻ പറ്റുമെങ്കിൽ പറയാമെന്ന് മാത്രം. അപ്പോൾ ഞാനത് വായിച്ച് നിർത്താം. ത്വയ്യുദ്ധവാശ്രയതി യസ്ത്രിവിധോ വികാരോ മായാന്തരാപതതി നാദ്യപവർഗയോർയദ് ജന്മാദയോസ്യ യദമീതവ തസ്യേ കിം സ്യുരാദ്യന്തയോർ യദ സതോസ്മി തദേവ മധ്യേ. അടുത്ത പ്രാവശ്യത്ത് ഒന്നും കൂടിയും പറയാം. ഈ പാമ്പിൻ്റെ അതെനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നി. ആ ഒരു ഉദാഹരണം അത് നമുക്ക് കുറച്ചുകൂടി വിസ്തരിച്ച് പറയുമ്പോൾ നമുക്ക് ഐ ഹോപ്പ് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുന്ന. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.